കനത്ത മഴ പെട്ടെന്ന് മുന്നിലെ ട്രാക്കിൽ തീപ്പൊരി. തൊട്ടു പിന്നാലെ വെളിച്ചമില്ലാതായി. ട്രാക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. വേഗം കുറച്ച് മുന്നോട്ടെടുത്തു. കൺമുന്നിൽ ട്രാക്കിലേക്ക് എന്തോ തള്ളി നിൽക്കുന്നത് പോലെ കണ്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ ഉടൻ ബ്രേക്ക് ഇട്ടു. തിരുനെൽവേലിയിൽ നിന്നും ജാംനഗറിലേക്ക് പോവുകയായിരുന്ന ലോക്കോ പൈലറ്റ് MK പ്രതീഷിന്റെ സംസാരത്തിൽ നിന്നും ഭീതി ഒഴിയുന്നില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്താൻ ലക്ഷ്യമിട്ട് താരതമ്യേന വേഗത്തിൽ വരുന്നതിനിടെ ഫറൂഖ് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴാണ് സംഭവം. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് മാത്തോട്ടം അരീക്കാട് ഭാഗത്തുള്ള ട്രാക്കിലേക്ക് 3 മരങ്ങൾക്കൊപ്പം വീണ അലുമിനിയം ഷീറ്റ് ട്രാക്കിന് മുകളിലെ വൈദ്യുത ലൈനിൽ വന്നു വീണതാണ് തീപ്പൊരി ഉണ്ടാക്കിയത്. വലിയ ശബ്ദമാണ് ഉണ്ടായത്. സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ഞെട്ടിത്തെറിച്ചാണ് ട്രെയിനിനടുത്തേക്ക് എത്തിയത്. ട്രെയിൻ വേഗം കുറച്ചതിനാൽ പെട്ടെന്ന് ബ്രേക്ക് ഇടാനായെന്നും നാട്ടുകാർ പറഞ്ഞു. കല്ലായിലേക്ക് 3 കിലോമീറ്ററിനടുത്ത് മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പെട്ടെന്ന് ട്രെയിൻ നിർത്തിയപ്പോൾ യാത്രക്കാരെല്ലാം ആദ്യം അമ്പരന്നുവെന്നും തീവണ്ടിയിലുണ്ടായിരുന്ന TT ജയർ ബാബു പറഞ്ഞു. പിന്നീടാണ് സംഭവം മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിൻ നിന്നയുടൻ തന്നെ നാട്ടുകാർ അങ്ങോട്ട് എത്തിയിരുന്നു. അവരുടെ സഹകരണവും അപകടകരമായ ഘട്ടത്തിൽ യാത്രക്കാർക്ക് സഹായകരമായി മാറിയെന്നും TT പറഞ്ഞു. ട്രാക്കിലേക്ക് മരവും ഷീറ്റും വീണതിനാൽ വലിയ തീപ്പൊരി ഉണ്ടായെന്നും നാട്ടുകാർ പറയുന്നു. പെട്ടെന്ന് ട്രെയിൻ വന്നതോടുകൂടി നാട്ടുകാർ ലോക്കോ പൈലറ്റിനെ കാണാൻ പറ്റുന്ന തരത്തിൽ അറിയിക്കുകയായിരുന്നെന്നും നാട്ടുകാർ പറഞ്ഞു. ലൈൻ പൊട്ടിയതോടുകൂടിയാണ് വൈദ്യുത ബന്ധം നഷ്ടപ്പെട്ടത്. അതോടെ ട്രാക്കിലും തീവണ്ടിക്കുള്ളിലും പൂർണ്ണമായും ഇരുട്ടാകുകയായിരുന്നു. ട്രെയിൻ അധിക നേരം നിർത്തിയിട്ടപ്പോൾ കോഴിക്കോട് ഇറങ്ങേണ്ട പല യാത്രക്കാരും സംഭവ സ്ഥലത്ത് ഇറങ്ങിയിരുന്നു. എന്നാൽ പല യാത്രക്കാർക്കും റോഡിലേക്കുള്ള വഴി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. തുടർന്ന് നാട്ടുകാരാണ് ഇവർക്ക് റോഡിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത്. ഒപ്പം ചിലർ വഴി കാണിക്കാനായി പോകുകയും ചെയ്തു.